അസ്സലാമലൈക്കും. റംദാൻ മുബാറക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ഇഫ്താർ വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു 3-4 റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പണികളൊക്കെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കസ്റ്റർഡ് പൗഡർ വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഒരു 4 കപ്പ് പാലിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം കസ്റ്റർഡ് പൗഡറും ആവശ്യത്തിനുള്ള മധുരം ഒരു 3-4 ടേബിൾ സ്പൂൺ മധുരമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് അടുത്തത് തരിക്കഞ്ഞിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇവിടെ 4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം റവയും ഒരു നുള്ളു ഉപ്പും ആവശ്യത്തിന് പഞ്ചസാര ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊന്ന് ചൂടായി വന്നപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ റോസ്റ്റ് ചെയ്തിട്ടുള്ള വെർമിസെലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സേമിയ. അത് ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും തരിക്കഞ്ഞി കുടിക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ചിക്കനിലേക്കുള്ള സവാളയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ചിക്കൻ കറിയാക്കാനുള്ളത്. അപ്പോൾ തരിക്കഞ്ഞി ഇവിടെ ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് ചിക്കൻ കറിക്കുള്ള ആ സവാള വഴറ്റാനായിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തരിക്കഞ്ഞിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. റവയൊക്കെ നല്ലപോലെ കുക്കായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് നട്ട്സ് ഒന്ന് ഫ്രൈ ആക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിലരൊക്കെ ഉള്ളി താളിച്ചൊഴിക്കാറുണ്ട്. ഇവിടെ ഉള്ളി താളിച്ചൊഴിക്കാറില്ല, ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ നട്ട്സാണ് ഫ്രൈ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ തരിക്കഞ്ഞി റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കറിയിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. കറിവേപ്പിലയും തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തക്കാളി സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഫ്രൈയിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കുന്നുണ്ട്. ഇത് രാത്രി മാത്രമാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുരുമുളകിൻ്റെ പൊടി, ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, നാരങ്ങാനീര്, അതുപോലെ കുറച്ച് കോൺഫ്ലോറോട് ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇറച്ചി പത്തിരി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ ബോൺലെസ് പീസ് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചിക്കൻ കറിയിലേക്കുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി ചിക്കനും വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ഇറച്ചി പത്തിരിയിലേക്കുള്ള ചിക്കനൊക്കെ കുക്കാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇത് വഴന്ന് വരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊടിച്ച് എടുക്കണ്ട. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഈ ഒരു സവാള വഴന്നതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ നേരത്ത് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇറച്ചിപ്പത്തിരിയിലേക്ക് കുറച്ച് മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൈദയും ഉപ്പും
ഒരു ഹാഫ് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഒരു 10-20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കസ്റ്റാർഡൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. അതിന് മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട് ആ ഒരു ഡ്രിങ്ക് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർത്തിട്ട് അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ആപ്പിളും ക്യാരറ്റും കസ്കസും ഒക്കെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഇറച്ചി പത്തിരിയിലേക്കുള്ള ആ ഒരു മാവ് ഇനിയൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി 2 ഉരുളകളാക്കിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു സെൻറ്ററിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നല്ല വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ട് രണ്ട് ബോളാക്കിയിട്ട് പരത്തിയെടുത്തിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് അടുത്തത് എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഗ്ലാസ് കൊണ്ട് അങ്ങ് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇറച്ചിപ്പത്തിരി ഒറ്റ ട്രിപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ടോ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് ഷേപ്പാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് സൈഡൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം അങ്ങ് ചെയ്തെടുക്കാം. ഇത് കൈകൊണ്ട് ഇങ്ങനെ സൈഡ് പിരിച്ചു കൊടുത്തിട്ട് ഷേപ്പാക്കി വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഇറച്ചിപ്പത്തിരികളെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ ഇത് ഫുള്ളായിട്ട് ഇന്ന് ഫ്രൈ ആക്കി എടുക്കുന്നില്ല. കുറച്ച് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇറച്ചിപ്പത്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരടുപ്പിൽ നീർദോശയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് ഒരു സൈഡിൽ റെഡി ആവുന്നുണ്ട്. പിന്നെ ഇനി ഈ ഇറച്ചിപ്പത്തിരി ഫ്രൈ ആക്കി എടുക്കണം. കുറച്ച് ഒരു 2-3 ഉന്നക്കായും കുറച്ച് സമൂസ കൂടി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അതിൽ നിന്നും കുറച്ചുകൂടി ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ ഒരു 3 കടിയൊക്കെ 2-3 കടി കുട്ടികൾക്ക് വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ സ്നാക്സ് ആണല്ലോ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. എന്നിട്ടത് ഫ്രൈ ആക്കി എടുക്കും. സമയമുള്ളപ്പോൾ കൂടുതൽ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ 1-2 കടിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇറച്ചിപ്പത്തിരി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലൂടെ 2 പാൻ വെച്ചിട്ട് ഞാനിവിടെ നീർദോശ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു 3-4 ഉന്നക്കായും കുറച്ച് സമൂസയൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കനൊക്കെ ഫ്രൈ ആക്കുന്നത് രാത്രിയിലാണ്. കഴിക്കുന്ന നേരമാകുമ്പോഴാണ് ചിക്കൻ ഫ്രൈ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്